സംസ്ഥാന വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി.എം. മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും. നാളെ രാവിലെ 11:30 ഉദ്ഘാടനം. വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനാകും. EMS സ്റ്റേഡിയത്തിന് പിറകുവശത്തുള്ള SK ടെമ്പിൾ റോഡിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളുടെ മേഖലാ കേന്ദ്രമായാണ് കോഴിക്കോട്ടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 12,000-ൽ പരം വഖഫുകളിൽ 8,000-ലധികം വഖഫ് സ്ഥാപനങ്ങൾ ഈ മേഖലയിലാണ്. വഖഫ് നിയമപ്രകാരമുള്ള അപ്പീൽ അതോറിറ്റി, വഖഫ് ട്രിബ്യൂണൽ എന്നിവയും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആകെ 13,900 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 4 നിലയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വഖഫ് ഭൂമി വിഷയം വർഗീയമായി ചിത്രീകരിക്കരുതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. കയ്യേറുന്നവർക്ക് മതമുണ്ടോ ജാതിയുണ്ടോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. നിയമപ്രകാരമുള്ള ഒരു വസ്തുവിനെ കയ്യേറി കൈവശപ്പെടുത്തുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ നമുക്ക് നോക്കേണ്ടതില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനകത്തൊരു മുസ്ലിം ബോർഡെന്നോ ഹിന്ദു ബോർഡെന്നോ മുസ്ലിം വ്യക്തിയെന്നോ ഹിന്ദു വ്യക്തിയെന്നോ ഇതിനകത്ത് ആരുണ്ടെങ്കിലും ഒഴിപ്പിക്കും. ബോർഡിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസ്, ബോർഡ് ചെയർമാന്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഓഫീസ്, മീറ്റിംഗ് ഹാൾ, കോർട്ട് ഹാൾ, ഗസ്റ്റ് റൂമുകൾ എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.